നിർത്തിപ്പൊരിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ ശരിക്ക് നിർത്തിപ്പൊരിക്കുന്നത് ഇന്നലെയാണ് നേരിട്ട് കണ്ടത്. അത് ഒരിക്കൽ കൂടി നമുക്ക് കാണാം. മീഡിയ വൺ ചാനൽ ചർച്ചയിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ MSF നേതാവ് PK നവാസ് മീഡിയ വൺ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു വാചകമുണ്ട്. TP ശ്രീനിവാസനെ അടിച്ചത് മഹാ അപരാധമായി ഞാൻ കരുതുന്നില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഈ വാചകം കേട്ട് വളർന്നു വരുന്ന ഒരു +1 വിദ്യാർത്ഥി ഏത് മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞ വാചകം അതാണല്ലോ, ഞങ്ങൾ അങ്ങനെ തല്ലി, ആ തല്ലിയതൊരു അപരാധമായി ഞങ്ങൾ കാണുന്നില്ല, ഈ കൊന്നതും അപരാധമായി ഞങ്ങൾ കാണുന്നില്ല. ഇനി എനിക്കെതിരെ ഉന്നയിച്ചൊരു ആരോപണമുണ്ട് സാദിഖ്. നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ CPM-മായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. ഞാനിത് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഇൻസ്റ്റഗ്രാമാണ്, ലിങ്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഇൻസ്റ്റഗ്രാമിന്റെ വേരിഫൈഡ് അക്കൗണ്ടാണ്. അതിൽ അദ്ദേഹം പറയാണ്, ഞാൻ സംസ്ഥാന സമ്മേളനം ആരുടെ ഈ പറയുന്ന കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷാൻ. പാർട്ടി സെക്രട്ടറി എങ്ങനെയാ ഇങ്ങനൊരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക? ഇനി സംസ്ഥാന സമ്മേളനത്തിന്റെ നഗരിന്റെ പേരെന്താണ്? സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗർ എന്നാണ്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗർ എന്നാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും കാലത്ത് നഴ്സിന്റെ പണിയെടുത്തതായി എനിക്കറിയില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ നഗറിലാണ് ഈ പറയുന്ന അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പോട്ടെ, ഇനി ഇതിന്റെ വിദ്യാർത്ഥി സംഘടന ഞങ്ങൾ ഈ പറയുന്ന KGSNA-യുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നു. ഫെബ്രുവരി മാസം 11-ാം തീയതി സംസ്ഥാന പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് V വസീഫ് DYFയുടെ സംസ്ഥാന പ്രസിഡന്റ്. മുഖ്യപ്രഭാഷണം നിർവഹിച്ചത് PM ആതിര, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം SFI. ഞാൻ 2 മിനിറ്റ് സമയമെടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. ഞാനൊരു കൗതുകത്തിന് വേണ്ടി കോട്ടയത്തിന്റെ കണക്കെടുത്തു. കോട്ടയം ജില്ലയിൽ ആരാണ് ഇവരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്? ഈ സ്റ്റുഡൻസ് അസോസിയേഷന്റെ കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് AV റസൽ എന്ന് പറയുന്ന കോട്ടയം ജില്ലാ CPM-ന്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് ഞാൻ കാണിക്കുന്നത്. ഏറ്റവും കൗതുകം എന്താ ജിംസ്, ഇവർക്ക് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഇവർ ആവർത്തിച്ച് പറഞ്ഞോട്ടെ. ഞാൻ നിൽക്കുന്ന മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിലെ ഈ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഖിലേന്ത്യാ സെക്രട്ടറി നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU-യുടെ നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് നഴ്സസ് അസോസിയേഷന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് പാർട്ടി ബന്ധം അല്ലേ? ഇത് പാർട്ടി ബന്ധമെങ്കിൽ പിന്നെ എന്താണ്? ഈ പോട്ടെ, ഇനി അദ്ദേഹം പറഞ്ഞ് സമ്മതിച്ചാൽ ഇത് രാഹുൽ രാജിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. രാഹുൽ രാജിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ബയോ എഴുതി വെക്കാണ്. എന്താണ്? സഖാവ് രാഹുൽ രാജ്, SFI, പിന്നെയോ KGSNA. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന് നിങ്ങൾ പറയുന്ന കേരളീയം വിശ്വസിക്കണോ? ശരി, അതിനും നീ തള്ളിക്കളി. ഇത് SFIയുടെ ലോക്കൽ കമ്മിറ്റി ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇതിൽ 2021 തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി, 2021 ഡിസംബർ മാസം തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ തന്നെ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? സഖാവ് രാഹുൽ രാജ് എന്നാണ്. പോട്ടെ, ഇത് SFIയുടെ ലോക്കൽ കമ്മിറ്റി, വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അല്ല, SFIയുടെ ഫേസ്ബുക്ക് പേജാണ്. അതിൽ പറയാണ് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തു, അതിന് സ്വാഗതം പറഞ്ഞത്, ആ സമ്മേളനം നടന്നു, സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത് സഖാവ് രാഹുൽ രാജാണ്. ഇനി അതും പോട്ടെ, SFIയുടെ ഇപ്പൊ ഈ സാദിഖ് ഉൾപ്പെടെ നിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ നടന്നിട്ടുള്ള ഏരിയ സമ്മേളനങ്ങൾ, ആ ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ ID കാർഡിന്റെ ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഏരിയ സമ്മേളനത്തിൽ. പോട്ടെ, ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ ID കാർഡാണ്. ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. ഇനി സംസ്ഥാന സമ്മേളനം ഈ ഫെബ്രുവരി നടക്കാനേ പോകുന്നുള്ളൂ. ജയിലിലല്ലായിരുന്നുവെങ്കിൽ ഈ സംസ്ഥാന സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇതിലൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ ബന്ധം ഇപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ വലിയ അപരാധമായിട്ട് സാദിഖ് പറഞ്ഞു. ഞങ്ങൾ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, ഞങ്ങളെ പിരിച്ചുവിടുക സാധ്യമൊന്നുമല്ല. ഞാൻ ഒരു അര മിനിറ്റ് സമയം എടുത്ത് പറഞ്ഞോട്ടെ ജിംസ്. ഇത് AISF-ന്റെ സംസ്ഥാന സമ്മേളനത്തിലെ റിപ്പോർട്ടാണ്. AISF-ന്റെ പ്രതി ഇവിടെ ഉണ്ടല്ലോ. എന്താ അവർ പറഞ്ഞത്? ഫാസിസ്റ്റ് സംഘടനയാണ് SFI. ഉത്തരേന്ത്യയിൽ ABVP കാണിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ പിന്തുടരുന്നത്. ഞങ്ങളല്ല, ഈ പറയുന്ന തൊട്ടപ്പുറത്തിരിക്കുന്ന AISF-ന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രമേയമാണ്. ഇത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വമാണ്. അദ്ദേഹം പറയാണ് SFI തുടർന്ന് പ്രാകൃത സംസ്കാരമാണ്. ഞങ്ങളല്ല, നിങ്ങളുടെ മുന്നണിയിലെ പാർട്ടിയുടെ സെക്രട്ടറി പറയാൻ, തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തുകാരനായ SFI-യുടെ ദേശീയ സെക്രട്ടറി VP സാനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം പറയാണ്, ലജ്ജിച്ചു തല താഴ്ത്തുന്നു, കേരളത്തോട് മാപ്പ് പറയുന്നു. യൂണിവേഴ്സിറ്റി കോളേജിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇപ്പോഴും ഉണ്ട്, ഞാൻ ഇന്നും പരിശോധിച്ചു. അത് പോട്ടെ, ഇത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് യോഗം കൂടിയത് നിങ്ങൾ ഉൾപ്പെടെ വാർത്ത കൊടുത്തതാണ്. SFI-ൽ സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞു കയറി, അത് തിരുത്തേണ്ടതുണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ്. ഇനി പോട്ടെ, SFI-ക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്, നേർവഴിക്ക് നടത്താൻ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകും. CPM പഠന ക്ലാസ് നടത്തും, CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ്. ഇനി ഏറ്റവും അവസാനം ഇതൊരു അധ്യാപികയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, തിരുവനന്തപുരം ലോ കോളേജിലെ. അവർ പറയാണ്, ഞങ്ങൾ 29 പേരെ പൂട്ടിയിട്ട് ആക്രമിച്ചു SFI. അപ്പോ ഇത് MSF-ന്റെ ആരോപണമല്ല സാദിഖേ, ഇത് KSU-ന്റെ ആരോപണമല്ല. AISF-ന്റെയും ബിനോയ് വിശ്വത്തിന്റെയും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷിന്റെയും VP സാനു എന്ന് പറഞ്ഞ നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ആക്ഷേപമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ മാറണം. നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ്. ആഭ്യന്തരമായ തിരുത്തലുകൾ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ തിരുത്തപ്പെടുമ്പോ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തിരുത്തപ്പെടും. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്.
ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ അനഭിലഷണീയമായ ഒരു കാര്യമായി റാഗിംഗ് ഉയർന്നു വരുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെ നിരുത്സാഹപ്പെടുത്തുക എന്ന രാഷ്ട്രീയമായ ഉത്തരവാദിത്തം MSF പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നു, അത് ഞങ്ങൾ ഏറ്റെടുക്കും. ഞാൻ നേരത്തെ ASF സുഹൃത്തിനോട് ഞാൻ ഒരു തർക്കത്തിന് വേണ്ടി ചോദിച്ചതല്ല. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും ഒരു ക്യാമ്പസിന്റെ പേര് നിങ്ങൾ പറഞ്ഞാൽ ഈ നൈറ്റിൽ ഞാൻ പറയുന്നു, ഞാൻ അവിടെ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കും. അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി അജിംസ്, രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഇത് മീഡിയ വൺ തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോ, ഒരു ഓഡിയോ ദൃശ്യവും അതിന്റെ വാർത്തയുമാണ്. മീഡിയ വണ്ണിന്റെ വാർത്തയാണ്, നിങ്ങളത് വിഷ്വൽ കാണുന്നുണ്ടാവും. ഇതിൽ എഴുതിയൊരു വാചകമുണ്ട്, നീ ഈ പരിപാടി നിർത്തിപ്പോണം, അത് നിന്നെ കൊണ്ടേ ഞങ്ങൾ പോകൂ. ഭീഷണിപ്പെടുത്തി റാഗിംഗ് പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. SFI നേതാവിന്റെ ഭീഷണി ശബ്ദം പുറത്ത്. അതൊരു കഴിഞ്ഞ ദിവസം നിങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ്. ആ SFI നേതാവിന്റെ പേര് സെയ്ദ് മുഹമ്മദ് സാദിഖ്. അതായത് ഇവിടെ ഇരുന്ന് ഇതുവരെ ശബ്ദിച്ച ആളുടെ നിങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പും അതിന്റെ വാർത്തയുമാണ്. ഇദ്ദേഹം റാഗിംഗ് കേസിൽ പ്രതിയാണ്. ഇനി ഞാൻ വേറെ കാര്യം കൂടി വായിക്കാം. ഡിസംബർ മാസം 20-ാം തീയതി 2024 ഈ കഴിഞ്ഞ വർഷം സഫീർ എന്നൊരു പയ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരാതി കൊടുത്തു. പരാതി ആർക്കും കൊടുക്കാം, വേണമെങ്കിൽ സാധിക്കും അത് നിഷേധിക്കാം. എന്നാൽ ഈ കഴിഞ്ഞ 5-ാം തീയതി, ഫെബ്രുവരി മാസം 5-ാം തീയതി, ഈ മാസം 5-ാം തീയതി അതിൽ 3 പേരെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ ഉപസമിതി അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. ആ റിപ്പോർട്ട് ഞാൻ അജിംസിന് അയച്ചിട്ടുണ്ട്. അതിൽ 3 പേര് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആള് അജിത്ത്, രണ്ടാമത്തെ ആള് ശിവഹരി, മൂന്നാമത്തെ ആള് സാദിഖ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. എന്ന് പറഞ്ഞാൽ ഈ പാനലിരിക്കുന്ന SFIന്റെ വെള്ളരിപ്രാവായ സുഹൃത്ത്. ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പും മീഡിയ വണ്ണിന്റെ വാർത്തയും ഈ പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ആന്റി റാഗിംഗ് ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് ഈ ചാനൽ വന്നിരിക്കാൻ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ബാക്കിലേക്ക് ചെന്നാൽ ഇദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, റാഗിംഗ് കേസ് പിൻവലിച്ച് ഞങ്ങൾ ഭീഷണിപ്പെടുത്തും. എന്നിട്ട് പറയാം MSFന്റെ പരാതിയുണ്ട്, MSFന്റെ കോട്ടയിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ സാധിക്കെ ആവർത്തിച്ചു പറയുന്നു, ഏത് കോട്ടയിൽ പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് കൈ ചേർത്ത് അവസാനിപ്പിക്കാം. നിങ്ങൾ സംസ്ഥാന തലത്തിൽ അവസാനിപ്പിക്ക്, നിങ്ങളുടെ നേതൃത്വം അവസാനിപ്പിക്ക്, നിങ്ങളെ ആയുധങ്ങൾ വിദ്യാർത്ഥികളെ നിരുത്സാഹപ്പെടുത്ത്. പ്രശ്നമാണിത്. അതിലിവിടെ സമൂഹത്തിൽ അതിനിടയിലുണ്ട്. നമുക്കെല്ലാം അതിന് സാധിക്കും. അങ്ങേ പോലത്തെ ഒരു നേതാവ് റാഗിങ്ങിന് നേതൃത്വം നൽകിയ സംഘടനാ നേതാവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ അറിയില്ല